എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിൽ താമസിക്കുന്ന മൂസക്കോയക്ക പെരുവള്ളൂർ പഞ്ചായത്ത് പരിധിയിലുള്ള കൂമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാടത്ത്, അതും ഒരു കുഴിക്കുളത്തിൽ ഈ ആസാം വാള അല്ലെങ്കിൽ നെയ്വാള കൃഷി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനും ഹസങ്കാക്കയും സുബീഷും കൂടി ചേർന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയ നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വന്നപ്പോൾ മുട്ടോളം വെള്ളമുണ്ട്. പക്ഷേ എന്നാലും വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് കരുതി ഞങ്ങൾ മൂന്നുപേരും കൂടി വെള്ളത്തിലൂടെ നടന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഭാഗ്യത്തിന് മഴ മാറി. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് നിൽക്കാൻ തൽക്കാലത്തിനുള്ള ഒരു സൗകര്യവും കിട്ടി. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ഇനി നീട്ടുന്നില്ല. മീൻപിടുത്തത്തിന്റെ തിരക്കിലാണല്ലേ? മീന് ചെറിയ ഓർഡർ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ വിളിക്കുമ്പോ നമ്മളിങ്ങനെ ചൂണ്ടക്കാണ് പിടിക്കണത്. വലട്ട് പിടിക്കണില്ല, കാരണം വെള്ളം കൂടിയതിനെ കൊണ്ട് വലട്ട് പിടിക്കാൻ കഴിയില്ല. കാരണം എന്റെ പരിചയക്കുറവാണ് കേട്ടോ, കഴിയായിട്ടല്ല, അത്രേ അറിയുള്ളൂ. അപ്പൊ എത്ര നാളുകളായിട്ട് ഈ മീൻ വളർത്തലുണ്ട്? ഞാൻ 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ടുണ്ട്. ആലപ്പുഴയിലാണ് ഞാൻ ഇതിന്റെ തുടക്കം. ആലപ്പുഴയിൽ പോയിട്ട് അവിടുന്ന് ഇതിനെ പറ്റി കുറെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇവിടെ നാട്ടില് വീട്ടിലുണ്ട്, പടുതാക്കുളുണ്ട്. 4 പടുതാക്കുളുണ്ട് വീട്ടില്. അപ്പൊ അതിലുണ്ട് മീനുണ്ട്. ഇപ്രാവശ്യം എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്തായിരുന്നു നമ്മളുടെ ഇപ്പൊ ഒരു 5 വർഷമായിട്ട് മീൻ വളർത്തലിലേക്ക് മാറി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിക്ക് മുൻപ് എന്തായിരുന്നു? അതിന് മുമ്പ് ഞാനിവിടെ നാട്ടില് ബസ്സിൽ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷണൽ പെർമിറ്റിലായിരുന്നു. നാഷണൽ പെർമിറ്റ് ലോറിയില് അത് ഇന്ത്യ ഫുള്ളായിട്ട് കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ വയസ്സായില്ല, ഇനിയിപ്പോ പോകാൻ വയ്യ. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ 5 വർഷമായിട്ട് മീൻ വളർത്തലിന്റെ പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത്. എങ്ങനെയുണ്ട് ഈ 5 വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട്? അനുഭവം വെച്ച് പറയുന്നതിന് ശരിക്കുണ്ടല്ലോ. പിന്നെ ഈ പരിചയക്കുറവ് ഉണ്ട്, കുറെ ഇല്ലാന്നല്ല, പക്ഷെ എങ്കിലും കൂടിയിട്ട് പിന്നെ വേണ്ടത്ര നമുക്ക് ലാഭത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കാരണം അങ്ങനെ കുറെ ചത്തുപോയിട്ടായിട്ടും പിന്നെ വെള്ളത്തിന്റെ കാലാവസ്ഥക്ക് അനുസരിച്ച് ഇങ്ങനെ, അതായത് നമ്മളുടെ പരിചയക്കുറവാവാം, അങ്ങനെയാ പറയുന്നുണ്ടല്ലോ. പരിചയക്കുറവുണ്ട്, പക്ഷെ വേണ്ടത്ര കണ്ട് ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം 1 വർഷമായി ഇത് നേരിട്ടിട്ട്. ഇപ്പൊ ഞാൻ കുളിച്ചു പോകേണ്ട അവസ്ഥയായി ഇപ്പൊ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ ആസാം വാള അല്ലെങ്കിൽ നെയ്വാള എന്ന് പറയുമ്പോ? 10 മാസമാണ് അവര് പറയുന്നത്. 10 മാസം കൊണ്ട് ഏകദേശം 1 കിലോ ആവും. 1 കിലോ 10 മാസം കൊണ്ട്. ഞാനിപ്പോ ഏകദേശം 1 വർഷമായി, 1 വർഷം ആവണ്. അപ്പോ പിന്നെ 1.5 കിലോ 2 കിലോന്റെ അടുത്തൊക്കെ ഉണ്ട്. എത്ര പെടുത്ത് വളർച്ചയ്ക്ക് കാരണം ഇത് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണല്ലോ. ഈ കാണുന്നത് മൊത്തം കുളങ്ങളാണ്. ഇതിന് നേരെ ഫ്രണ്ടിൽ കാണുന്നത് കുളമാണ്. അതിന്റെ മുകളിൽ പുല്ലിങ്ങനെ അത് കുളമാണത്. ഇത് കുളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വല്ല മണ്ണെടുത്തു പോയ സ്ഥലമാണോ അല്ലെങ്കിൽ കുറെ മുമ്പ് മണ്ണെടുത്ത് കുളങ്ങളാണ്. അങ്ങനെ ഏകദേശം അങ്ങനെ നോക്കുന്ന ഒരു 9 കുളം ഉണ്ട് ഇതില്. 1 ഏക്കറ 1.5 ഏക്കറ ലെവലിൽ അങ്ങനെ ഉള്ളതിലുണ്ട്. അപ്പൊ ഇതില് മാത്രമേ, ഈ കുളത്തിൽ മാത്രമേ മീനിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പോ ഏകദേശം പിടുത്തം തുടങ്ങാനായി. ഇത് മീന് പിടിക്കാന്ന് പറയാൻ പറ്റില്ല. ഇതിന് ചൂടൊക്കെ ഇങ്ങനെ ഓർഡറിനനുസരിച്ച് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. പിടിക്കുന്നത് തീറ്റ ഇട്ടിട്ടാണോ? കോഴിന്റെ പാർട്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടണല്ലേ. ഇപ്പൊ 12 മാസമായി. 12 മാസമായി. നമ്മള് എങ്ങനെയാണ് കുഞ്ഞിനെ മേടിച്ചിരുന്നത്? കുഞ്ഞിന് എണ്ണത്തിനാണോ പൈസ? അല്ല, ഇത് എനിക്ക് അന്ന് ഫിഷറീസ് തന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടിയത്. 39,000. 39,000 വാളക്കുഞ്ഞുങ്ങളെ കിട്ടി. അത് നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്ക്, നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഫിഷറീസ് സ്ഥലത്ത് എത്ര കണ്ട് സ്ഥലമുണ്ടോ പിന്നെ അതിനനുസരിച്ച് നമ്മള് ഫിഷറീസ് വകുപ്പിനെ സമീപിച്ചാല് വേണ്ട സഹായങ്ങൾ പ്രൊമോട്ടർ വന്നിട്ട് നോക്കും. എന്നിട്ട് പിന്നെ അത് പിന്നെ അതിന്റെ ഓഫീസർമാരൊക്കെ എല്ലാവരും വന്ന് നോക്കിയതിന് ശേഷം അവര് എത്ര സ്ഥലം അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ അവർ പാസ്സാക്കി തരും. അത് ചിലപ്പോ നമ്മൾ വിചാരിച്ച അത്ര കിട്ടിക്കോണമെന്നില്ല. ഏതാണോ ഉള്ളത് അത് തരും. ഈ പ്രാവശ്യം എനിക്ക് പിന്നെ എന്താണ് തിലാപ്പിയ, അതുപോലെ വാള, പിന്നെ റോഹു, കാർപ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല, കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തിലോപ്പിയനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതിന് ഡിമാൻഡ് കുറവുണ്ടോ? ഇതിന് ഡിമാൻഡ് കുറവുണ്ട്. നമ്മുടെ ആളുകള് മലയാളിക്കാര് ഇതുപോലെ ഈ കുളത്തിലെ മീന് ഇപ്പൊ മേടിച്ച് കൊണ്ടുപോയി വീണ്ടും കൊണ്ടുപോകണം. അതിന് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും ഇത് ഉപയോഗിച്ച് നോക്കി, നോക്കിട്ട് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളേക്ക് മുൻപൊരു വീഡിയോയിൽ ഇത് ഇട്ടപ്പോഴും പലവരും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ആ ഒരു നെയ്യിന്റെ ഒരു പ്രശ്നം പറയാണ്. നെയ്യിന്റെ പ്രശ്നം പറഞ്ഞാൽ അതിന്റെ വെള്ള ഭാഗത്തുള്ള ഭാഗങ്ങളുണ്ടല്ലോ,
വയറ് ഭാഗം. ഈ വയറിന്റെ ഭാഗം ഇവിടെ ഇതിലാണ് നെയ്യുള്ളത്. മറ്റേ മീനത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിന് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തതിന് ശേഷം ഇതിലെ നെയ്യ് ഒഴിവാക്കുക, അല്ലെങ്കിൽ പീസ് വേണമെന്ന് പീസ് ഒഴിവാക്കാം. വയറിന്റെ ഭാഗത്തുള്ള അതിന് ശരിക്കും കത്തിയോണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നെയ്യ് പുറത്തേക്ക് പോകും. പിന്നെ ഇതിന് വയറിലുള്ള നെയ്യും നമ്മൾ ഒഴിവാക്കണോ, അല്ലെങ്കിൽ അത് കഴിക്കുന്ന നെയ്യാണോ? അത് കഴിക്കണം, അത് കുഴപ്പമില്ല, അത് കഴിക്കാം. പക്ഷെ ഇത് എന്താ വെച്ചാല് പിന്നെ പാട്ടില്ലേ കുഞ്ഞുങ്ങളുണ്ടാവും. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ 12 മാസം കൊണ്ട് എത്ര കിലോ വരെ വരാം നമ്മൾ ഈ തീറ്റ കൊടുത്ത് വളർത്താൻ? എങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ ഇത് തന്നെ 1.5 കിലോ 1.25 കിലോ 1.5 കിലോ ആ ലെവലിലാണ് ഉണ്ടാവുക. പിന്നെ വെള്ളം ഇഷ്ടംപോലെ ഉണ്ടാവും. നമുക്ക് സുഖമായിട്ട് നീന്തി കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഉള്ള ഹാപ്പി ആയിട്ട് പോലെ ഇങ്ങനെ ഓടി കളിക്കാണ്. നല്ല വളർച്ച കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഇതിപ്പോ എന്താണ് ഈ ആസാം വാള എന്നുള്ളൊരു പേര് വന്നത്? ആസാം വാള എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ആസാം വാള എന്നുള്ള പേര് ആസാമിലാണ് ഇതിന്റെ കൂടുതൽ അവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഇതിന്റെ ഉൽപ്പാദനം, ആസാമില്. അവിടെ കൽക്കത്തയിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ കുഞ്ഞുങ്ങൾ വരുന്നത് കൽക്കത്തയിൽ നിന്നാണ്. നമ്മൾ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെയുള്ള ആളുകള് നമുക്ക് കടൽ മീൻ ഇഷ്ടംപോലെ ഈ ഭാഗത്ത് കിട്ടാനുള്ളതല്ലേ. കടപ്പുറ. അപ്പൊ പിന്നെ ഇതിന്റെ ബാക്കിലൊന്നും വല്ലാതെ ആരും കടൽ മീനിന് എത്ര വില കൂടിയാൽ നമ്മൾ മേടിക്കും. ഒന്നും കിട്ടിയില്ലെങ്കിലേ നമ്മളിത് മേടിക്കുള്ളൂ. ഇപ്പൊ ഈ മീന് മേടിച്ചവർ വീണ്ടും മേടിക്കുന്നുണ്ട്. കാരണം ഒരു ടേസ്റ്റ് ഉണ്ട്. മൺകുയ്യല്ലേ, അതിലിങ്ങനെ പുല്ലും പിന്നെ മറ്റുള്ള മീനുകളും ചളികളൊക്കെ തിന്നിട്ട് അങ്ങനെ വളരുന്നുണ്ട്. പിന്നെ തീറ്റ കൊടുക്കണല്ലോ, അതിനിപ്പോ അത് കൊണ്ടുവന്നിട്ട് വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണത്. നമ്മളുടെ കോഴിയുടെ വേസ്റ്റ് നമ്മള് വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. കുഞ്ഞുങ്ങളുണ്ടാവോ? ഇല്ല. ഇനിയിപ്പോ ഇത് കഴിയുമ്പോ ഏതാണോ കുഞ്ഞുങ്ങൾ തരുന്നത് അത് നമ്മള് അതിന് വേറെ കുളത അവിടെ റെഡി ചെയ്ത അപ്പുറത്ത് ആ പച്ച അവിടെ നേരെ കുഞ്ഞുങ്ങളിടാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. പക്ഷെ ഇപ്പൊ ഇതിലൊരു പ്രശ്നം ഈ പറഞ്ഞ പോലെ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കുളം കടന്ന് വെള്ളം പോകുന്ന മീൻ പോവില്ല. മൊത്തത്തില് കെട്ടിയിട്ടുണ്ട്. ഞാനിവിടെ തന്നെ ഇവിടുന്ന് വല്ല വിട്ടു പോകാൻ പറ്റില്ല അങ്ങനെ എനിക്ക്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോ വലിയ വെള്ളമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോ നായ്ക്കളോ എന്തൊക്കെ ഒന്ന് വലൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ തന്നെ രാത്രി ഇതാ അവിടെ ഷെഡ് ഒരു ഷെഡ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ താമസിക്കുകയാണ്. ഈ വരാലൊക്കെ ചാടി പോകുന്ന പോലെ ഇവര് ചാടി പോവില്ലല്ലോ. ഇവര് പോവില്ല. ഇവര് ഭയങ്കര ഒരുമയാണ്. ഒരാള് വിട്ടിട്ട് മറ്റാൾ എവിടെയും പോവില്ല. ഇപ്പൊ വലൊക്കെ പൊട്ടിയുണ്ടല്ലോ, ഈ മീൻ ഇത് ഇവിടെ തന്നെ കാണും. അത് ഈ പറഞ്ഞ വരാലൊക്കെ ആണെങ്കിൽ മഴയുടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞവരൊക്കെ ചാടി പോവല്ലോ. പക്ഷെ ഇവര് പിന്നെ അങ്ങനെ ഇവർക്ക് ബുദ്ധി കുറവുകൊണ്ടാണോ അതവര് ഒരുമ കൊണ്ടാണോന്ന് അറിയില്ല. ഇവർക്ക് ബുദ്ധി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് കാര്യം എന്തുണ്ട്, അന്ന് അസുഖമില്ലേ കണ്ടില്ലേ, തീറ്റ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ വന്നു. പുള്ളിക്കാരൻ അവിടെ ഉള്ളത് കാരണം മീൻ വരണം, ഒറ്റ മീൻ പോലെ അടുത്തേക്ക് വരണില്ല. കുറെ ദൂരത്ത് ഇങ്ങനെ നിൽക്കുക. ഞാൻ തീറ്റ കൊടുക്കാൻ വേണ്ടി അപ്പൊ എന്നോട് ചോദിച്ചത് എന്താ എങ്ങനെ, ഞാൻ പറഞ്ഞു കുറച്ചങ്ങോട്ട് മാറിക്കുന്നു. മാറി നിന്നപ്പോ എല്ലാ മീനുകളും വന്നു. ബുദ്ധിയുണ്ട്, ബുദ്ധി കുറവൊന്നുമല്ല. പക്ഷെ അവര് ഭയങ്കര ഒരുമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പിന്നെ 4000 കുഞ്ഞുങ്ങളെ ഞാൻ ഈ ഒരു ടെർമോകോൾ കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് പൊതുവലയിൽ ഇട്ടിട്ട് ഈ വലിയ കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ഇതിൽ ഒരു പകുതി മീൻ എന്തുണ്ട് പിന്നെ ഇത് കുളത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, പകുതി അതിലുണ്ട്. അപ്പൊ നാമ കട്ട് ചെയ്താണ് വില. പക്ഷെ എന്നാലും പുറത്തു പോയ മീനില്ല, ഈ നെറ്റിൽ നിന്ന് പുറത്തു പോയ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് റൗണ്ടായിട്ട് അവിടെ കിടക്കണം. വേറെ ദൂരത്തേക്ക് പോയി മൊത്തത്തിൽ തുറന്ന് വിട്ടു. അന്ന് ഈ വലയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ അവിടെ വന്ന സമയത്ത് ഏറ്റവും ഒന്നായിട്ട് വന്നു. അവർക്ക് ഞാൻ തീറ്റ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ അവര് തീറ്റ തന്നെ ഉണ്ട്, എവിടെ പോയിട്ടില്ല. അതായത് ഇപ്പൊ നമ്മൾ നോക്കിയറിയാം, ഇത് ഏക്കർ കണക്കിന് പാടം തന്നെയാണ്. പാടമുണ്ട്, കുളമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ വിശാലമായി പോവാം. പക്ഷെ അവര് പോണില്ല. അവര് ഒരുമ കാണിക്കുന്നുണ്ട്. ഇതിന്ന് അഥവാ എന്റെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒരെണ്ണം ഇപ്പൊ അപ്പുറത്തേക്ക് വീണ് കഴിഞ്ഞാല് അത് ഇവിടെ തന്നെ കാണും, വേറെ എവിടെയും പോവില്ല. ഉണ്ട്. ഇത് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുക? ഉള്ളിടത്ത് പോയാൽ കിട്ടും, ഫിഷറീസ്. അവിടെ ഇതിന് ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര വില വരുന്നത്? ഒരെണ്ണത്തിന് 4 രൂപയായിട്ട് അവിടെ കിട്ടുന്നത്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ 12 രൂപ കൊടുക്കണം. കോട്ടക്കൽ അത് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. 12 രൂപയാണ്. ഇതിനിടയിൽ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഒരു അവാർഡൊക്കെ കിട്ടിയ ഞങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. അത് എന്തിന്റെയാണ് അവാർഡ് കിട്ടിയത്? ഇതന്നെ മീൻ കൃഷിയാണ്. എങ്ങനെയാ, ബ്ലോക്കിന്റെ ആണോ? ബ്ലോക്കിന്റെ. ഞാൻ അറിയില്ല അത് മീനെ അങ്ങനെ വലിച്ച് കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തപ്പോഴേ പ്രൊമോട്ടർ പറഞ്ഞ് വള്ളിക്കുന്ന് പഞ്ചായത്തിൽ വെച്ചിട്ടൊരു യോഗ ഉണ്ട്,
അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മീൻ കുഞ്ഞുങ്ങളെ പറ്റി എന്തെങ്കിലും ചോദിക്കാനായിരിക്കും എന്നുള്ള. അവിടെ ചെന്നപ്പോ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ തന്നെ എനിക്കിപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. കാരണം അതിനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. അല്ല അതില്ലല്ലോ, നമ്മൾ എന്തിലാണോ നമ്മൾ കഴിവ് തെളിയിക്കുന്നത് അതിനാണ് നമ്മൾക്ക് കിട്ടുന്ന അംഗീകാരം. ഇത് ഇങ്ങനെ കഴിവ് തെളിയിക്കാൻ പറഞ്ഞ ഇതിന്റെ ഒരു കഴിവ് തെളിയിച്ചതായി എനിക്ക് തോന്നുന്നില്ല. അല്ല എന്നാലും ഇവിടെ ഇപ്പൊ നമ്മൾ മറ്റാര് ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ തെരഞ്ഞെടുത്തത്. ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് 10-40,000 ആളെ കുഞ്ഞുങ്ങൾ ഒന്നായിട്ട് ഇട്ടിട്ട് 40,000 കുഞ്ഞുങ്ങൾ വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാതെ ഏകദേശം മതികളൊക്കെ ഇതിലുണ്ട്. കുറെയൊക്കെ ചത്തുപോയിട്ടുണ്ട്, കുറെയൊക്കെ ഈ പക്ഷികളൊക്കെ കുറെ പിടിച്ചു പോകും. ഇവിടെ ഒരു പരിന്തന്നെ വന്നിങ്ങനെ പിടിച്ചു പോകുന്നത് കാണുന്നുണ്ട്. ഉണ്ട് എല്ലാം ഉണ്ട്. ഇതിന്റെ മുകളിൽ മൊത്തത്തിൽ നെറ്റിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ മീനുകളൊക്കെ വളരെ കുറെയൊക്കെ വലുതായില്ലേ, അതിങ്ങനെ എടുത്ത് മാറ്റിയതല്ല, കാറ്റിന് വീണ് പോയതാണ്. അപ്പൊ മൊത്തത്തിൽ വേറെ എങ്ങനെ നമുക്ക് ഈ വല വീശി പിടിക്കാനായിട്ട് നമുക്ക് അത് പഠിച്ചു നോക്കിയാലോ? ഒറ്റ വീശലിൽ നമുക്ക് ഈ മീനുകളെ കിട്ടില്ലേ? ഒറ്റ വീശലിൽ ഇത് മൊത്തത്തിൽ പിടിക്കാൻ പറ്റില്ല. ഇതില് ഇപ്പോഴും ശരിക്കും വളർച്ച എത്താത്തുണ്ട്. 300 ഗ്രാം 400 ഗ്രാം തൂക്കമുണ്ട് ഇതില്. അപ്പൊ അവരിത് വലയിൽ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് മുമ്പ് അത് ചത്തുപോകും. പിന്നെ അത് വെറുതെ വേസ്റ്റ് ആകും. അതിനായിട്ടില്ല. ഇതിപ്പോ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുതാവുമ്പോ അപ്പൊ പിന്നെ കുറച്ചുകൂടി വെള്ളം താന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പിടിക്കാം. പിന്നെ ആളുകൾ എടുക്കാൻ ആളുണ്ട്. ആസാം, പിന്നെ അതുപോലെ ആലപ്പുഴ, പാലക്കാട്, അവരൊക്കെ. ഈ ഒരു അഭിപ്രായത്തില് ഈ ആസാം വാളയ്ക്ക് നമ്മളുടെ ജില്ലകളിൽ ഏറ്റവും ഡിമാൻഡുള്ള ജില്ല ഏതാ? ആലപ്പുഴയാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു നീ പറഞ്ഞ കരിമീനും പുഴമീനും എല്ലാത്തിനും ഒരു ഡിമാൻഡ് കൂടുതലുള്ള ആലപ്പുഴയാണ്. കായലല്ലേ, വെള്ളത്തിന്റെ പ്രശ്നം. അതുപോലെ ഒരു നമ്മൾ പൊതുവെ പറയുന്ന ഒരു ചെളിമണ്ണാണ് പറയാ ഇതിനൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലുള്ളവർക്ക് പൊതുവെ ആ കരിമീൻ അതിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ളവരാണ്. നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ കടൽമീൻ കഴിച്ച് നമ്മളുടെ ആ ഒരു ടേസ്റ്റ്, അതാണ് എല്ലാവരും ടേസ്റ്റ് കടൽമീനിലേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടെക്കാന്ന് പറഞ്ഞെങ്കിൽ 50-100 മീൻ മേടിക്കുന്ന ആൾക്കാർ. ഇവിടെ 500-1000 മീൻ മേടിക്കണം. അപ്പൊ ഏറ്റവും നല്ല മീൻ ഏതാണോ കിട്ടുന്നത്. അല്ല ഇന്നിപ്പോ നോക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്തിക്കൊക്കെ ഈ പറഞ്ഞ പോലെ 400 എത്തി. പണ്ടത്തെ പാവങ്ങളുടെ മീനൊക്കെ മാറി ഇപ്പൊ ഈ പറഞ്ഞ പോലെ മത്തി 400 വില കുറഞ്ഞ സമയത്ത് മത്തി ഒന്നും ആരും മേടിക്കണില്ലേനോ. വില കൂടിയപ്പോ എല്ലാവർക്കും മത്തി പേരെടുക്കാനാ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആസാം വാളയാണ് റേറ്റ് കുറവിൽ നിൽക്കണ മീനൊക്കെ. അതെ അതിനൊന്നും കിട്ടാതെ റേറ്റ് കൂടും. അന്വേഷിച്ച് വരും, ഇല്ല. പക്ഷെ മാറ്റം എന്ന് വെച്ചാല് ഈ പടുതാക്കുളത്തിൽ നമ്മൾ വളർത്തുന്നതും ഇതും കൂടി ഒരുപാട് മാറ്റാണ്. ടേസ്റ്റിന് മാറ്റാണ്. ഇത് ഒരുപാട് വെള്ളത്തിൽ നീന്തി കടിച്ചിട്ട് വളരുന്ന മീനുകളാണ്. മണ്ണ്, അതുപോലെ ചളി, മറ്റുള്ള മീനുകൾ, പുല്ല് എല്ലാം തിന്നിട്ട് അത് വളരുന്നത്. പടുതാക്കുളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ പടുതാക്കുളത്തിൽ നമ്മൾ ഈ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം മാറ്റണം, ആ ഒരു വേസ്റ്റും വീറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കോഴിയുടെ വേസ്റ്റും കൂടി കൊടുക്കുമ്പോ എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഫിൽട്രേഷൻ കറക്റ്റ് ആക്കണം. ഇത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ഏക്കറെങ്കിലും കാണും ഇത്രയും സ്ഥലങ്ങൾ. ഈ ഒരു 50 ഏക്കറെങ്കിലും അതിലുള്ള ഈ വെള്ളം ഈ കുളവും ഈ പാടും ഇതെല്ലാം ഒന്നായിട്ടാണ് കിടക്കുന്നത്. ഇതിപ്പോ ഞാനിങ്ങനെ കെട്ടിയത് കൊണ്ടല്ലേ, വലട്ട് ഇങ്ങനെ ചുറ്റുപാടും കെട്ടിയത് കൊണ്ടാണ് എന്താണ് മീനൊന്നും പുറത്തു പോകാത്തത്. പക്ഷെ ആ വെള്ളമൊക്കെ ഇതിലേക്ക് എത്തുകയാണല്ലോ. അപ്പൊ എന്തായാലും അതുകൊണ്ട് തന്നെ പടുതാക്കുളത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട്. സാധ്യത എല്ലാം ഉണ്ട്. ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത, മീൻ പൊരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അത് ഇഞ്ചി വെള്ളുള്ളി അത് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ള മസാലന്റെ കൂടിയിട്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് പൊരിക്കുമ്പോ. പിന്നെ അതുവരെ നമ്മൾ ഈ മുളകിടുക എന്നൊക്കെ പറയില്ലേ, അപ്പൊ ലേശം വെള്ളം കുറച്ചിട്ട് പുളി കൂടുതലിടുക. മുളകിടുമ്പോ കുറച്ച് പുളി കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നവര് അത് അങ്ങനെ ഉണ്ടാക്കി നോക്കി അതിന്റെ എന്നിട്ട് ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് കൊണ്ടുപോയവര് വീണ്ടും മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വില അവർക്ക് പ്രശ്നമില്ല. അവരിത് ഉണ്ടാക്കിയിട്ട് അവർക്ക് അതിനെ പറ്റി പഠിച്ചു അവരത് എങ്ങനെ ഉണ്ടാക്കലെന്നുള്ളത്. അപ്പൊ അവർക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് വീണ്ടും കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കൊണ്ടുപോകില്ലല്ലോ. അല്ല അത് മാത്രമല്ല, നമ്മളെ നാട്ടിൽ ഇതുപോലെയുള്ള ഈ കുഴിക്കുളത്തിൽ വളർന്നു വരുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതും ജീവനുള്ള മീനാണ്. അതെ, ഒരുപാട് വെള്ളത്തിൽ കിടന്ന് കളിച്ച് വളരുന്ന മീനല്ലേ, ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അബദ്ധവശാൽ വന്ന് പെട്ടിട്ടുള്ള രണ്ടുപേരാണ് ഈ പറഞ്ഞ സുബീഷും അതുപോലെ നമ്മളെ വീഡിയോയിൽ എല്ലാത്തിലും താരമായിട്ടുള്ള ഹസൻകാക്കി. അപ്പൊ നിങ്ങൾ രണ്ടുപേരോടും പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നമ്മളുടെ പണ്ടത്തെ ആമക്കാടൻ കപ്പയുടെ വിശേഷത്തിൽ ഇപ്പോഴും നമ്മളുടെ കമന്റ് ആയിട്ട് പലരും ചോദിക്കുന്നുണ്ട്, ആമക്കാടൻ കപ്പയുടെ തണ്ട് തരുമോന്ന്. എന്താ ഹസനക്ക, കൊടുക്കാൻ പറ്റുമോ? ഉണ്ടോ? തണ്ടുണ്ട്. അപ്പൊ എന്തായാലും ആവശ്യക്കാർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതലൊന്നുമല്ല, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ് നമ്മൾ അയച്ചു തരാം.
എന്ന് പറയുന്നത് വരുമാന മാർഗത്തോടൊപ്പം തന്നെ നല്ല ഒരു മാനസിക ഉല്ലാസം കൂടി നൽകുന്ന ഒന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ബോധ്യമായത് എനിക്ക് ഇന്നാട്ടോ. അപ്പോൾ എന്തായാലും മൂസക്ക കുറേ നേരമായി മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കും പിടിച്ചുകൂടെ എന്ന് തോന്നി. ഞാനും ഈ കുളത്ത് ഉപയോഗിച്ചൊരു 4 മീനെ ഞാനും പിടിച്ചു. അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ആ നേരത്ത് നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വെറുതെ ഉപയോഗിക്കാതെ കിടക്കുന്ന പടുതാക്കുളങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാടത്തൊക്കെയുള്ള കുഴിക്കുളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളും ഇതുപോലെയുള്ള മീൻ വളർത്തൽ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടെ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ നാട്ടിലുള്ള വാഴയും പച്ചക്കറിയും കൃഷി ചെയ്യുന്നവരെ പോലെ തന്നെ ഈ മീൻ കൃഷി ചെയ്യുന്നവരെയും നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്തുകൊണ്ടും ഈ കടലിൽ നിന്നൊക്കെ വരുന്ന മീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ആരോഗ്യത്തിന് എന്തുകൊണ്ടും നല്ലത് ഇതുപോലെയുള്ള ജീവനുള്ള മീൻ വാങ്ങി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങളിൽ പലവർക്കും അറിയാം. അപ്പം നമ്മളുടെ ആരോഗ്യം കാത്ത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മളെ നാട്ടിലുള്ള ഇതുപോലെയുള്ള കർഷകരെയും നമ്മൾക്ക് സംരക്ഷിക്കാം. അപ്പം നമ്മൾ ചാനൽ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളെ വീഡിയോയിലെ പോസിറ്റീവും നെഗറ്റീവായ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ച മൂസക്കയോടും അതോടൊപ്പം ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.